KGFിന്റെ വിജയത്തിൽ ത്രസിച്ചു നിന്ന കന്നഡ ഇൻഡസ്ട്രിയിലെ ഒരു അപ്രതീക്ഷിത ബ്ലോക്ക് ബസ്റ്ററായിരുന്നു 2022 പുറത്തിറങ്ങിയ കാന്താര. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് ഹോംബാളെ ഫിലിംസ് നിർമ്മിച്ച കാന്താര ബഡ്ജറ്റ് കുറവും കളക്ഷൻ കൂടുതൽ നേടിയ ചിത്രവുമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2022 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4ാമത്തെ സിനിമ കൂടിയായിരുന്നു ഇത്. ചാപ്റ്റർ 1 എന്ന പേരിൽ ഇതിൻ്റെ ഒരു പ്രീക്വൽ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. 54ാമത് IFFI ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ കാന്താര അവതരിപ്പിച്ചു. അവിടെ സിൽവർ മൈൽ പ്രത്യേക ജൂറി അവാർഡ് നേടിയിരുന്നു. ഇപ്പോൾ കാന്താര ചാപ്റ്റർ 1 ചിത്രീകരണത്തിനിടെയുള്ള ചില ദുരൂഹമായ സംഭവങ്ങളാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, കാന്താര കർണാടകയിലെ ചില ആചാരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് പഞ്ചുരുളി സങ്കല്പം അതുമായൊക്കെ ബന്ധപ്പെട്ട ഒരു സിനിമയാണ് കാന്താര. ആരാധകർ കാന്താര ചാപ്റ്റർ 1നായി ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം നൽകിയ വിജയവും പ്രതീക്ഷകളും അത്രത്തോളമായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതു മുതൽ വളരെ മോശമായ ഒരു കാലമാണ് എന്നാണ് ആ സിനിമാ ലോകത്തെ സംസാരം. ഋഷഭ് ഷെട്ടി നായകനായി അഭിനയിച്ച ആദ്യ ഭാഗത്തിന് ശേഷം ഈ ഭാഗത്തിലും അദ്ദേഹം തന്നെയാണ് പ്രധാന കഥാപാത്രം. ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചതു മുതൽ മോശം സമയം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ജനുവരിയിൽ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഒരു വലിയ സംഘർഷം തന്നെ ഉണ്ടായി. അതിന്റെ കാരണം കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിലായിരുന്നു. അതുപോലെ കഴിഞ്ഞ നവംബറിൽ കാന്താര 2വിന്റെ മുദ്ദൂരിലെ ഷൂട്ടിങ്ങിന് ശേഷം മടങ്ങുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. 20 പേരോളം ആ ബസ്സിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആളപായം ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് ചിത്രീകരണം കുറച്ചു ദിവസത്തേക്ക് നിർത്തിവെച്ചിരുന്നു. അതുപോലെ ഈ അപകടത്തിന് ദിവസങ്ങൾക്ക് ശേഷം സിനിമയ്ക്കായി നിർമ്മിച്ച ഒരു സെറ്റ്, അതൊരു വലിയൊരു സെറ്റായിരുന്നു. അത് മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നത് കാരണം ചിത്രീകരണത്തിന് കാലതാമസം ഉണ്ടാവുകയും ചെയ്തു. 2 ആഴ്ചയ്ക്ക് മുമ്പ് മറ്റൊരു ദുരന്തം നടന്നു. ഇതേ സിനിമയിൽ അഭിനയിക്കാനെത്തിയ വൈക്കം സ്വദേശിയായ MF കപിൽ സൗവർണിക നദിയിൽ മുങ്ങി മരിച്ചു. അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. മെയ് 6 വൈകിട്ട് 4 മണിക്കായിരുന്നു ഈ സംഭവം. കപിൽ സഹപ്രവർത്തകരുമായി സൗവർണിക നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രധാന വേഷത്തിലെത്തിയ, ഈ ചിത്രത്തിലും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കേണ്ടിയിരുന്ന കന്നഡ താരം രാകേഷ് പൂജാരി കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരുന്നു. അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. ഇങ്ങനെ കാന്താര ചാപ്റ്റർ 1 ചിത്രീകരണം തുടങ്ങിയത് മുതൽ ദുരൂഹവും അശുഭകരവുമായ സംഭവങ്ങളാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നത് എന്നതാണ് സത്യം.